അറ്റ് ദിസ് മൊമെൻറ്റ് ഇൻ ടൈം. പലരും അറ്റ് ദിസ് മൊമെൻറ്റ് ഓഫ് ടൈം എന്ന് തെറ്റായി പറയാറുള്ള ഈ പ്രയോഗം ശരിക്കും ഒരു അധികപ്പറ്റാണ്. അതിനു പകരം അറ്റ് ദിസ് ടൈം എന്നോ അറ്റ് ദ മൊമെൻറ്റ് എന്നോ അതുമല്ലെങ്കിൽ പ്രസൻ്റ്ലി എന്നോ മാത്രം പറഞ്ഞാൽ മതിയാകും. ഉദാഹരണം, അറ്റ് ദിസ് മൊമെൻറ്റ് ഇൻ ടൈം ഐ എം സ്റ്റഡിങ് ഫോർ മൈ എക്സാംസ് എന്നതിന് അറ്റ് ദിസ് ടൈം ഐ എം സ്റ്റഡിങ് ഫോർ മൈ എക്സാംസ് എന്നോ അറ്റ് ദ മൊമെൻറ്റ് ഐ എം സ്റ്റഡിങ് ഫോർ മൈ എക്സാംസ് എന്നോ പറഞ്ഞാൽ മതി. 2. വെദർ ഓർ നോട്ട്. വെദർ എന്ന് മാത്രം പറയേണ്ട ഒരു കോണ്ടെക്സ്റ്റിൽ എന്തിന് വെദർ ഓർ നോട്ട് എന്ന് പറയണം? ഉദാഹരണത്തിന്, പ്ലീസ് ലെറ്റ് മീ നോ വെദർ ഓർ നോട്ട് യു ക്യാൻ കം ടു ദ മീറ്റിംഗ്. ഇതിനു പകരം പ്ലീസ് ലെറ്റ് മീ നോ വെദർ യു ക്യാൻ കം ടു ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മതിയാകും. നിനക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റുമോ എന്ന് ദയവായി എന്നെ അറിയിക്കുക. 3. ഇൻ ടേംസ് ഓഫ്. ഒരുപാട് ഉപയോഗിച്ചു പഴകിയ ഒരു പ്രയോഗമാണിത്. അതിനു പകരം നമുക്ക് ചില ഒറ്റ വാക്കുകൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഇൻ ടേംസ് ഓഫ് കളർ ഐ പ്രിഫർ ബ്ലൂ ഓവർ റെഡ്. കളറിൻ്റെ കാര്യത്തിൽ ചുവപ്പിനേക്കാൾ നീലയാണ് എനിക്കിഷ്ടം. ഇതിന് നമുക്ക് റിഗാർഡിംഗ് കളർ ഐ പ്രിഫർ ബ്ലൂ ഓവർ റെഡ് എന്ന് പറയാം. മറ്റൊരു ഉദാഹരണം, അവർ സക്സസ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഉപഭോക്താക്കളുടെ സംതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ വിജയം അളക്കാൻ കഴിയും. ഇതിന് അവർ സക്സസ് ക്യാൻ ബി മെഷേർഡ് ബൈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ മതി. 4. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. ആത്യന്തികമായി എന്ന അർത്ഥമാണ് ഈ പ്രയോഗത്തിനുള്ളത്. ഇതും ഒരുപാട് ഉപയോഗിച്ച് പഴകിയ ഒരു പ്രയോഗമാണ്. ഇതിനു പകരം എവൻച്വലി, ഫൈനലി, അൾട്ടിമേറ്റ്ലി, ഇൻ കൺക്ലൂഷൻ, വെൻ ഓൾ ഈസ് സെയ്ഡ് ആൻഡ് ഡൺ എന്നൊക്കെ പറയാവുന്നതാണ്. ഉദാഹരണത്തിന്, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ഓൾ വാണ്ട് ടു ബി ഹാപ്പി എന്നതിനു പകരം അൾട്ടിമേറ്റ്ലി വി ഓൾ വാണ്ട് ടു ബി ഹാപ്പി എന്ന് പറയാം. 5. ഫെയർലി യുണീക്ക്. യുണീക്ക് എന്ന് പറഞ്ഞാൽ അനുപമമായ അല്ലെങ്കിൽ നിരുപമമായ എന്നാണ് അർത്ഥം. അതായത് മറ്റെല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്ന്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ അനുപമമായ എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഒരു കാര്യം ഒന്നുകിൽ യുണീക്ക് ആയിരിക്കും അല്ലെങ്കിൽ നോട്ട് യുണീക്ക് ആയിരിക്കും. ഒരിക്കലും ഫെയർലി യുണീക്ക് ആയിരിക്കില്ല. ഉദാഹരണം, ഈച്ച് സ്നോഫ്ലേക്ക് ഈസ് ഫെയർലി യുണീക്ക് ഇൻ ഇറ്റ്സ് ഡിസൈൻ എന്നല്ല, ഈച്ച് സ്നോഫ്ലേക്ക് ഈസ് യുണീക്ക് ഇൻ ഇറ്റ്സ് ഡിസൈൻ എന്നാണ് പറയേണ്ടത്. രൂപകൽപ്പനയുടെ കാര്യത്തിൽ ഓരോ മഞ്ഞുപരലും അനുപമമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു അഗെയിൻ.